പാൽവില കൂടും എന്ന സൂചന വരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാൽവിലയിൽ വർധനയുണ്ടാകും എന്നാണ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞത്. മിൽമയുടെ ശുപാർശ പരിശോധിച്ച് തീരുമാനമുണ്ടാകുമെന്നാണ് മന്ത്രി പറഞ്ഞത്. മന്ത്രിയുടെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത്. പാൽവില വർദ്ധിപ്പിക്കേണ്ടുന്നത് മിൽമയാണ്. അവരെനിക്ക് തോന്നുന്നു ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ 2 ദിവസമൊക്കെ ഉള്ളപ്പം നമുക്കിപ്പോൾ കയറി പാൽവില വർദ്ധിപ്പിക്കുവാൻ പറ്റില്ല. അവരാലോചിച്ച് ഗവൺമെൻറ്റിലും കൂടെ സമർപ്പിച്ചാൽ ഞങ്ങളുടെ കൂടി സമ്മതത്തോടു കൂടി അവരത് കൊണ്ടുവരും. അവരങ്ങനെ നിൽക്കുകയാണ് 3 മേഖലയിൽ. ക്ഷീരകർഷകരുടെ പാലെടുക്കുന്ന മിൽമയല്ലേ, അപ്പോൾ അത് കൂട്ടുവാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കൂട്ടിക്കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ശകലം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല. അപ്പോൾ ആ മിൽമയുടെ ശുപാർശ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മുറയ്ക്ക് ഞങ്ങൾ വേണ്ടുന്നത് ചെയ്തു തരാം. നേരിയ വിലവർധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് പറഞ്ഞു. അവർ പറഞ്ഞതുകൂടി കേൾക്കാം. ഞങ്ങളുടെ പ്രസ്ഥാനമായ കർഷകരുടെ പ്രസ്ഥാനമാണ്. തീർച്ചയായിട്ടും ഒരു നേരിയ വിലവർധന ഉണ്ടാവുക തന്നെ പ്രതീക്ഷിക്കാതെ ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. നേരിയ വിലവർധന ശുപാർശ ചെയ്ത് ഫെഡറേഷനിൽ അറിയിച്ചിട്ടുണ്ട്. ഫെഡറേഷനും ഗവൺമെന്റും കൂടെ ആലോചിച്ചാണ് അടുത്ത പരിഗണനയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഞങ്ങളൊരു കമ്മിറ്റി തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനെ ശുപാർശ ചെയ്യുന്നതെന്നുള്ളതാണ്. ഞങ്ങൾ നേരിയ വിലവർധനം ശുപാർശ ചെയ്താണ് വിട്ടേക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് വിശദാംശങ്ങളുമായി. അലക്സ്, ഇതിനു മുൻപ് നമ്മൾ പല സമയത്തും വിലവർധനയുണ്ടാകുമെന്ന സൂചനയൊക്കെ കേട്ടതാണ്, പക്ഷേ പിന്നീട് അത് ഉണ്ടായില്ല. ഇപ്പോൾ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വിലവർധനയുണ്ടാകും, അതായത് ഈ വർഷം തന്നെ ഒരുപക്ഷെ അവസാനം ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോൾ വിലവർധനയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അനുജ, 2023 സംസ്ഥാനത്ത് പാൽവില വർദ്ധിച്ചത്. അത് മിൽമ പാൽവില വർദ്ധിച്ചത് 2023 ഏപ്രിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് അതിനുശേഷം പല ഘട്ടങ്ങളിലായി മിൽമ പാൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മിൽമയുടെ ഭാഗത്തു നിന്നുള്ള ശുപാർശകളും ഇടപെടലുകളും അത് പല മേഖലാ യൂണിയനുകളുടെ ഭാഗത്തു നിന്നും അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ മാസം മിൽമ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. അതിൽ പ്രധാനമായി കൈക്കൊണ്ട തീരുമാനം, ഡയറക്ടർ ബോർഡ് യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം, പാൽ ഉൽപ്പന്നങ്ങൾക്ക് GST-യിൽ നിന്ന് ഇവയെ ഒഴിവാക്കിയതിനാൽ നിലവിൽ പാൽവില വർദ്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ജനങ്ങൾക്ക് മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കേണ്ടതില്ല ഉപഭോക്താക്കൾക്ക് മേലെന്നാണ് മിൽമ ചെയർമാൻ KS മണി എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അന്ന് ആ ബോർഡ് യോഗത്തിൽ വലിയ വിമർശനവും ഉയർന്നു. എറണാകുളം പോലുള്ള മേഖലകളിൽ നിന്ന് വന്ന പ്രതിനിധികളാകട്ടെ വലിയ വിമർശനം, പാൽവില വർദ്ധിപ്പിക്കാത്തതിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ആ തത്വത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം പാൽവില വർധന ഉണ്ടാകുന്ന സൂചന മന്ത്രി നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ചിഞ്ചുറാണി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ആ ഒരു തീരുമാനത്തെ സംബന്ധിച്ച് പറഞ്ഞത്. നിലവിൽ മിൽമ പാൽ വിലവർദ്ധനവിന്റെ കാര്യം നിലവിൽ ആലോചിക്കുന്നില്ല. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലമുള്ളത് കൊണ്ട് മാത്രമാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം അത് ആലോചിക്കുമെന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേ യോഗത്തിൽ, അതായത് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ പങ്കെടുത്ത തിരുവനന്തപുരം മേഖല ചെയർപേഴ്സൺ മണി വിശ്വനാഥ് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതായത് ഒരു ശുപാർശ, നേരിയ വർധനയ്ക്കുള്ള ഒരു ശുപാർശ മിൽമ ബോർഡിന് നൽകിയിട്ടുണ്ട്. അത് ബോർഡ് പരിഗണിച്ച് സർക്കാരിലേക്ക് നൽകി. സർക്കാർ അത് പരിഗണിച്ചാൽ നേരിയ വർധന ഉണ്ടാകുമെന്ന് മണി വിശ്വനാഥ് വ്യക്തമാക്കുന്നുണ്ട്. മന്ത്രി പറഞ്ഞതും അതുതന്നെയാണ്. തിരഞ്ഞെടുപ്പിന് ശേഷം നേരിയ വില വർധന ഉണ്ടാകും. ബോർഡ് അതുമായി ബന്ധപ്പെട്ട ശുപാർശ നൽകിയാൽ, നേരിയ വിലവർദ്ധനവിൻ്റെ ശുപാർശ നൽകിയാൽ സർക്കാർ അത് പരിഗണിക്കുമെന്ന് തന്നെയാണ് മന്ത്രിയും പറഞ്ഞത്. മനസ്സിലാക്കുന്നത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ മിൽമ പാൽവില വർധനവുണ്ടാകും. നേരിയതെന്ന് പറയുന്നത് എത്രത്തോളം ആകും എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. അനുജ, അതാണ് ഇപ്പോൾ എത്ര കൂടും എന്നുള്ളതാണ്. ഇപ്പോൾ 2-3 വർഷം മുൻപാണ് അവസാനമായി വിലവർധന ഉണ്ടായതെന്ന് പറയുമ്പോൾ ഒരു 5 രൂപ മിനിമം വർദ്ധിക്കുമെന്ന് നമ്മൾ കരുതണമോ അലക്സ്? അനുജ, സ്വാഭാവികമായി 5 രൂപ വർദ്ധിപ്പിക്കണമെന്നായിരിക്കും മിൽമ ആവശ്യപ്പെടുന്നത്. പക്ഷേ നേരിയ വർധന, അതായത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എത്രത്തോളം വർധനവ് നൽകണം. മാത്രമല്ല തിരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. 5 രൂപ വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ നൽകിയാൽ പോലും സർക്കാർ അത്ര വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ല, അതിന് അനുമതി നൽകാൻ സാധ്യതയില്ല. നേരിയ വർധന 2-3 രൂപയുടെ വർധനവ് ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകും, അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ആ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും പാൽവില വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പാൽവില വർദ്ധിപ്പിക്കുന്നതിന്റെ 85% ലാഭവും അത് ക്ഷീര കർഷകർക്കാണ് പോകുന്നതെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പാൽവില വർദ്ധിപ്പിച്ചാലും അതിന്റെ നേട്ടം ഉണ്ടാവുക ക്ഷീര കർഷകർക്കാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായി പാൽവില വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്ന് മിൽമയും വിലയിരുത്തുന്നുണ്ട്. പല യൂണിയനുകളും പല മേഖലകളും അതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ മിൽമ ബോർഡിന് നൽകിയിട്ടുണ്ട്. മിൽമ ബോർഡ് അന്തിമമായി ഇത് കണക്കാക്കി ഒരു നേരിയ വർധനവിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ ശുപാർശ സർക്കാരിന് നൽകണം. സർക്കാർ അത് പരിഗണിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 രൂപയോ അതിനു മുകളിലേക്കുള്ള വർധനവ് ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രതീക്ഷിക്കുക വയ്യ. അനുജ,
അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വിലവർധന ഉണ്ടാകുമെന്നതിന്റെ സൂചന തന്നെയാണ് മന്ത്രി ജെ ചിത്രവാണി അല്പസമയം മുൻപ് നൽകിയത്. ഇതിൽ എല്ലാ മേഖലകളും മിൽമയുടെ വിവിധ മേഖലകളിൽ അങ്ങനെ ഒരു ശുപാർശയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നതാണ്. തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ അക്കാര്യം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എത്രയാകും വിലവർധന? 5 രൂപ വർദ്ധിപ്പിക്കുമോ? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത്ര വലിയൊരു വർധനയിലേക്ക് പോകുമോ എന്നതറിയില്ല. ഏതായാലും ക്ഷീര കർഷകർക്ക് വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.